ഒരിക്കലും തീരാത്ത ഇരുവുണ്ടല്ലോ, കൂടെ പിറക്കാതെ പിറന്നോർ തുണയുണ്ടല്ലോ. അതെ, മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമാ കവരുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോടൊപ്പമായിരിക്കുന്നത് ജോർജ്, ഐശ്വര്യ, ആൻസർ സാർ, വിജയകുമാർ സാർ, ഷെറിൻ സാർ, അപർണ, ഞാൻ സക്കറിയ. അപ്പം മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് തന്നെ വിജയകുമാർ സാറിനോട് ചോദിക്കാം. മഞ്ഞുമൽ ബോയ്സ് വാസ്തവത്തിൽ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പടമാണെന്ന് ഞാൻ പറയും. അതിന് കാരണമുണ്ട്. നേരത്തെ സക്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം സർവൈവൽ ത്രില്ലറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. മലയാളത്തിലും ധാരാളം ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്തുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് മറ്റ് ത്രില്ലറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. ഒന്ന്, ഇതിലെ അഭിനേതാക്കൾ എല്ലാവരും ഏതാണ്ട് ഒരേ റേഞ്ചിൽപ്പെടുന്ന ആളുകളാണ്. പ്രായത്തിൽ മാത്രമല്ല, അവരുടെ അഭിനയത്തിൽ തികവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ റേഞ്ചിൽപ്പെടുന്ന ആളുകളാണ്. രണ്ട്, ഇതിൽ പറയാനുള്ളൊരു പ്രത്യേകത അജയൻ ചാലിശ്ശേരിയുടെ സിഗ്നേച്ചർ ഫിലിമാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് ഇതിലത്തെ കല സംവിധാനം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഗുഹ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സംഗതിയൊന്നുമല്ല, പ്രത്യേകിച്ചും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെറൈനിൽ. ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള 3 സംവിധായകർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവർക്കൊപ്പം ഏതാണ്ട് സ്ക്രീൻ ഷെയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇതിൽ സംവിധായകനായിരുന്ന ഒരാൾ അയാൾക്ക് പ്രത്യേകിച്ചുള്ളൊരു പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഒരേപോലുള്ള സ്ക്രീൻ ഷെയറിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഒരു സംവിധായകൻ തന്നെയാണ്. അദ്ദേഹം ഇതിൽ അഭിനയിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പടമാണ്. ഒരുപക്ഷെ യുവാക്കൾക്ക് എല്ലാവർക്കും ഹരമായി തീർന്ന ഒരു പടമാണ്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഫുൾ ഹൗസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ഫിലോസോഫിക്കൽ ഡെപ്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രീ ആൻസിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് സിനിമയെപ്പറ്റി ഇപ്പം അധികം സാറ് പറഞ്ഞതിന് അപ്പുറം ഈ സിനിമയുടെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. സിനിമ വളരെ നല്ല മികച്ചൊരു സിനിമയാണ്. അത് ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് ഫിലിം കണ്ടൊരു ഫീലിംഗാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. രണ്ടാമത്തെ കാര്യം, വളരെ മികച്ച അഭിനയം, അതോടൊപ്പം തന്നെ വളരെ മികച്ച സംവിധാനം, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാത്തവർക്ക് ബുദ്ധിമുട്ടാവുന്നോർത്താണ് പറയാത്തത്. നമ്മുടെ കൺമണി എന്ന് പറഞ്ഞ സിനിമ മ്യൂസിക് വളരെ ബ്രില്യൻ്റായിട്ട് ആ സിനിമയിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ തന്നെയും എനിക്ക് പറയാനുള്ള വ്യത്യസ്തമായൊരു കാര്യമാണ്, തിയേറ്ററിലെ അനുഭവം എനിക്ക് കിട്ടിയ തിയേറ്റർ അനുഭവം വളരെ പരിതാപകരമായിരുന്നു. അത് സിനിമയുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രേക്ഷക സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം അതിനകത്ത് വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു തിയേറ്റർ. ഞാനിവിടെ കട്ടപ്പനയിലാണ് സിനിമ കണ്ടത്. കട്ടപ്പന സാഗര തിയേറ്ററിലാണ് സിനിമ കണ്ടത്. ആളുകൾ ബഹളം ഉണ്ടാക്കുക, കൂവുക, അതോടൊപ്പം തന്നെ ഈ സാധനങ്ങൾ ഷൂട്ട് ചെയ്യുക, പിന്നെ തിയേറ്ററിൽ നിന്ന് ഫോൺ വിളിക്കുക, തിയേറ്ററിൽ നിന്ന് മെസ്സേജ് അയക്കുക, പ്രധാനപ്പെട്ട സീനുകൾ ഷൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യുക. ഇതെല്ലാം ഞാൻ ആ തിയേറ്ററിൽ നിന്ന് കണ്ടു. ഇതെല്ലാം എൻ്റെ ഒരു സിനിമ ആസ്വാദനത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അത് മഞ്ഞുമൽ ബോയ്സിനാണ്. ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയ ഒരു സിനിമ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. ഇനി പ്രേമലുവിന് ഇങ്ങനൊരു ഓഡിയൻസ് ഇത്ര റെസ്പോൺസ് ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമലുവിനും ഉണ്ടായിരുന്നു. പക്ഷേ പ്രേമലുവിൻ്റെ ഫീലല്ല മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫീൽ. പ്രേമലു കാണുമ്പോൾ നമ്മളെല്ലാവരും പൊട്ടിച്ചിരിക്കുകയും കമൻ്റ് അടിക്കുകയും ആർത്തുല്ലസിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. പക്ഷേ മഞ്ഞുമൽ ബോയ്സും ഭ്രമയുഗവും അങ്ങനെ കാണേണ്ട സിനിമകളല്ല. ഈ 2 സിനിമകൾക്കും എനിക്കുണ്ടായ തിയേറ്റർ അനുഭവം വളരെ മോശമാണ്. അപ്പം ഇനി തിയേറ്ററിൽ പോകുന്നവർ മറ്റുള്ളവന് സിനിമ കാണാനുള്ള ഒരു അവകാശത്തെ ഖനിക്കരുത് എന്നൊരു വിനീതമായ അപേക്ഷ കൂടി എനിക്ക് മഞ്ഞുമൽ ബോയ്സിനോട് ചേർത്ത് വെക്കാനുണ്ട്. എനിക്കും ആ സിനിമ അനുഭവം ഈ പറഞ്ഞ പോലെ ആൻസൺ സാർ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സിനിമയിൽ ആവശ്യമുള്ളൊരു ബീജിയമുണ്ട്. ആക്ച്വലി ബീജിയം നമ്മൾ വിചാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര മ്യൂസിക്കും അതല്ലായിരുന്നു. ആ സിനിമയിലെ സൈലൻസ് ഇറ്റ്സെൽഫ് ബീജിയം.
അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇതുപോലെ പുറകെ നിന്ന് കൂവുന്നവർ, കളിയാക്കുന്നവർ, പേരെടുത്ത് വിളിക്കുന്നവർ, നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിനിമ റീവാച്ച് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം നമുക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇടണം. കാരണം നമ്മൾ ഒരു സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പാരലൽ യൂണിവേഴ്സാണ്. നമ്മളൊരു സിനിമ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിഷമങ്ങളോ നമ്മൾ വേറെ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളോ ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ആസ്വദിക്കാൻ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം സാധാരണ ഒരു ഒച്ചയെക്കാളും ഈ പറഞ്ഞ ചെറിയ ഒച്ച ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ ഫോൺ കോൾസ്, മെസ്സേജ് വരുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ അഭിനേതാക്കൾ, ഈ ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇതിനു മുന്നേ അഭിനയിച്ചവരുണ്ട്. പലരുടെയും ചെറുപ്രായത്തിൽ മാത്രം അഭിനയിച്ചും അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അഭിനയിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കതൊരു ഒരു പരിധി വരെ ഇല്ലെങ്കിൽ ഒരിടത്തും നമുക്കതൊരു കല്ലേടി ഫീൽ ചെയ്യുക. കാരണം ഈ മഞ്ഞുമൽ ബോയ്സ്, ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് തന്നെ പറയുന്നുണ്ട്, അവിടെ ചെന്ന് വന്നപ്പം അവർ കണ്ടത് അവരെ തന്നെയാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം പോലും ഇല്ലായിരുന്നു. അവരനുഭവിച്ച വിഷമങ്ങൾ അതുപോലെ തന്നെ സിനിമയിൽ പകർത്തി എന്ന് പറയും. അപ്പം ഇതിൻ്റെ ഡയറക്ടർ ചിദംബരം, അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് അനുഭവിച്ചവർ തന്നെ പറയാണ് ആ അനുഭവം സിനിമ തിയേറ്ററിലിരുന്നവർക്ക് കിട്ടി. സോ അതൊരു ചെറിയ കാര്യമല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ആൻസി സാറും ജോർജ് തോമസും പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമ 2 തവണയാണ് കണ്ടത്. കാരണം എനിക്ക് ആദ്യം പോയി ഞാൻ കണ്ട സമയത്ത് എനിക്ക് സാറ് പറഞ്ഞതുപോലെ എനിക്ക് കാണാനോ അല്ലെങ്കിൽ അതൊന്നും ആസ്വദിക്കാനോ പറ്റിയിട്ടില്ല. അത് ബാക്കിലിരുന്ന് ഫോൺ വിളിക്കുകയും എന്തുവാ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് സിനിമ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടെ കൺവേ ചെയ്ത് കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 തവണയാണ് ആ സിനിമ പോയി കണ്ടത്. എനിക്കതിൻ്റെ മ്യൂസിക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സുഷിൻ ശ്യാമാണ് ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ടാണ് ആ മ്യൂസിക്കിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു റാപ്പ് ഒരു പാട്ടുണ്ട്, വേടൻ പാടിയൊരു പാട്ടാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ നമ്മുടെ കമലഹാസൻ സാറിൻ്റെ ഗുണ എന്ന് പറയുന്ന സിനിമയിലെ കൺമണി അൻപോട് എന്ന് പറയുന്ന പാട്ട് ഇതിൽ വളരെ മനോഹരമായിട്ട് പല സീൻസിലും അത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ ഈ പാട്ടിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമോഷൻസ് നമുക്കതിൽ കൂടെ കിട്ടുന്നുണ്ട്. സിനിമ കാണാത്തവരോട് ഞാൻ പറയുവാണ്, പല സീൻസിലും ക്ലൈമാക്സിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ പാട്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയൊരു പടമായിട്ടാണ് ഞാനിത് കാണുന്നത്. പാട്ടിനെ പറ്റി പറയുമ്പോൾ ഈ പറയുന്ന പോലെ ലാസ്റ്റ് സീനിൽ എനിക്ക് തോന്നുന്നത് ഒരുമാതിരി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലാസ്റ്റ് സീനിൽ നമ്മൾ പ്രണയത്തിൻ്റെയൊക്കെ ഏറ്റവും ഒരു ഉദാത്ത മ്യൂസിക്കായിട്ട് കാണുന്ന ഒരു പാട്ടിനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ആന്തമായിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് മാറ്റുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്തത് ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡയറക്ടറുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ചിദംബരം എന്ന് പറയുന്നൊരു ഡയറക്ടർ 3 സംവിധായകരെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അഭിനേതാക്കളായിട്ട്. ഇപ്പം നമുക്കൊരു ഈഗോ എന്ന് പറഞ്ഞ സാധനമൊക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അത് ഒന്നും വർക്കൗട്ട് ആവാതെ ഈ 3 ഡയറക്ടേഴ്സിനെ വളരെ ബ്രില്യൻ്റായിട്ട് ആക്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അത് ഓരോ ക്യാരക്ടറും ഈവൻ എല്ലാവരും ഒരേ സാമൂഹിക ചുറ്റുപാടിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ പോലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്വഭാവം വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ജീൻ പോൾ എന്ന് പറയുന്ന ആക്ടർ ഭയങ്കരമായിട്ടൊരു നമ്മൾ ഇതുവരെ കാണാത്തൊരു ജീൻ പോളിനെയാണ്. അദ്ദേഹം സിനിമകൾ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കാണാത്തൊരു ജീൻ പോളിനെ വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാൻ, ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് എനിക്കൊന്ന് പലരും കാണുന്നതിനിടയ്ക്ക് ജീൻ പോൾ ആണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ അഭിനയിപ്പിക്കാനായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഡ്രൈവറായിട്ട് വരുന്ന ആളും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഡ്രൈവറായിട്ട് വരുന്ന ആൾ ആരാണെന്നുള്ള ചോദ്യമൊക്കെ വലിയ റിവ്യൂവിലൊക്കെ വലിയ വിഷയമായ കാര്യമാണ്. ഖാലിദ് റഹ്മാൻ്റെ അഭിനയവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സൗബിൻ ഓൾറെഡി പ്രൂവ് ചെയ്തൊരു ആക്ടറാണ്. ഖാലിദ് റഹ്മാൻ്റെ അഭിനയം അതും വളരെ സൈലൻ്റ് ആയിട്ട് കുറച്ച് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. ആ ഡയലോഗുകളിൽ ഒന്ന് ശ്രീനാഥ് ബാസിയോട് ദൈവത്തെപ്പറ്റി ചോദിക്കുന്ന ഒരു രംഗം, പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിലെ ഒരു രംഗം. ഈ 2 രംഗങ്ങളിലാണ് പുള്ളി സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു റോള് അല്ലെങ്കിൽ ഒരു സീനിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ മൂവി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന സൗഹൃദത്തെ പറ്റിയാണ്. ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനാഥ് ബാസിയുടെ ഒരു ഡയലോഗാണ്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് പുള്ളിയെ ബാൻ ചെയ്ത സമയത്തും ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബാൻ മാറ്റിയ സമയത്ത് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ ശ്രീനാഥ് ബാസിയുടെ സുഹൃത്തുക്കൾ കൊടുത്ത ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ സിനിമ പുള്ളി കണക്കാക്കുന്നത്. അപ്പം ഇതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിനെയാണെന്നുള്ളത്. പിന്നെ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അവരിതിൻ്റെ ഫസ്റ്റ് ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ഇപ്പം പൂജയ്ക്കായിട്ട് കൊടൈക്കനാലിൽ പോയ സമയത്ത് ഇവർ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ്
കാസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും കണ്ടപ്പോൾ അവരെ തന്നെയാണ് അവർ കണ്ടത്. അതുപോലെ പക്കാ മാച്ചിങ് ആയിരുന്നു. ആ കാസ്റ്റിംഗ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവരെ തന്നെ അതിൽ കണ്ടു എന്ന് പറയുമ്പം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. മഞ്ഞുമൽ ബോയ്സിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പകുതി ഒരു സക്സസ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് തന്നെയായിരുന്നു. അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, അവരഭിനയിച്ച ആ ഒരു കെമിസ്ട്രി തന്നെയായിരുന്നു നമുക്ക് സിനിമയെ റിഫ്ലക്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അകത്തെ തമിഴ് ആക്ടേഴ്സിൻ്റെ ഒരു അഭിനയം. അതിന് തീർച്ചയായിട്ടും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഗണപതിക്ക് തന്നെയാണ്. ആ കാസ്റ്റിംഗ് വൈസ് അവരെ സ്പെഷ്യലായിട്ട് അവരെ സ്ക്രീൻ ചെയ്തെടുത്തു. അത് ആ ഒരു ഇമ്പാക്റ്റ് അവരുടെ പല ഇൻ്റർവ്യൂസും ഇപ്പം യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടു. അവരുടെ ഒരു ആ സ്ട്രഗിളും കാര്യങ്ങളെല്ലാം ഒത്തിരി റിലേറ്റബിളായി. അതൊരു വലിയ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു യൂസേജ്, കറക്റ്റ് ആക്ടേഴ്സിനെ യൂസ് ചെയ്ത് കൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് മീൻസ് ഒരു നല്ലൊരു പ്രൊമോഷൻ തന്നെ ഇപ്പം സിനിമയ്ക്ക് തമിഴ്നാട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി ഇപ്പം എല്ലാവരും നമ്മളിപ്പം പൊതുവേ ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും പൊതുവേ മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രി, ഫിനാൻഷ്യലി ഒരു ചെറിയൊരു സ്റ്റേബിൾ അല്ലാത്തൊരു ഇൻഡസ്ട്രി എന്നൊക്കെ പറയും. അപ്പം വലിയ പാൻ ഇന്ത്യൻ മൂവീസൊക്കെ എങ്ങനെ എടുക്കും എന്നുള്ള വലിയ ചർച്ചകളും ബ്രഹ്മാണ്ഡം എന്നൊക്കെ പല വാക്കുകൾ പറയും. പക്ഷേ ഇവിടെ ചെറിയൊരു ചിത്രം, അത് യാതൊരു വിധമായ അതും ഈവൻ ഡബ്ഡ് വെർഷൻ അല്ല, ഒറിജിനൽ വേർഷൻ മലയാളം വേർഷൻ തന്നെയാണ് തമിഴ്നാട്ടിൽ നമ്മുടെ ഇവിടത്തെ ഒപ്പം ഇതിനേക്കാൾ കൂടുതലായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും കണ്ടന്റ് തന്നെയാണ് കിങ് എന്നുള്ള ആ വാക്കിന് തീർച്ചയായിട്ടും ഇവിടെ ഒരു അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും. മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ എല്ലാവരെയും, പ്രത്യേകിച്ചും അൻസ് സാറിനും ഷെറിൻ സാറിനൊക്കെ ആ 90s ഒരു കാലഘട്ടമൊക്കെ തീർച്ചയായിട്ടും ഒരു നൊസ്റ്റാൾജിയുടെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും കാണാത്തവരെല്ലാം തീർച്ചയായിട്ടും നമ്മളത് തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു ചിത്രമാണ്. തിയേറ്ററിൽ പോയി കാണുന്ന അനുഭവം എന്ന് പറയുന്നത് സാധാരണ ഒരു അനുഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോൺലിനെസ്, വളരെ ലോൺലി ആയിട്ട് ഇരുന്നു കൊണ്ട് സിനിമ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സിനിമ മഞ്ഞുമൽ ബോയ്സ് യുവാക്കളുടെ കൂട്ടായ്മയുടെ ഒരു സിനിമ മാത്രമല്ല, അതൊരു കലാചാതുര്യത്തിൻ്റെ ഒരു സിനിമയാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് മനുഷ്യൻ സർവൈവ് ചെയ്യേണ്ടത്, ആ സർവൈവലിന് വേണ്ടി എങ്ങനെയാണ് അവൻ്റെ ചുറ്റിലുള്ള മനുഷ്യർ എങ്ങനെയാണ് സഹായിക്കുന്നത്, ഇതെല്ലാമാണ് ഈ സിനിമയുടെ ആകത്തുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ത്രില്ലറുകൾ ഇറങ്ങിയിട്ടുണ്ടാകാം, പല ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും നമുക്കൊരു മലയാളി ഫീല് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതേപോലെ തന്നെ ഇതിനകത്തൊരു തമിഴ് ഫീലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഏറ്റവും സൂപ്പറായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മഞ്ഞുമൽ ബോയ്സ്. ഏതായാലും മഞ്ഞുമൽ ബോയ്സിൻ്റെ കുറിച്ചുള്ള